ഹലോ നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു എഗ് ബജിയാണ്. എഗ് ബജിക്ക് വേണ്ടി നമ്മളൊരു 4 മുട്ട പുഴുങ്ങി എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പും കൂടെ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ട ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു 3 സ്പൂൺ കടലമാവ് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഏകദേശം 1 സ്പൂൺ അരിപ്പൊടി മതിയാവും. നമുക്ക് ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. 1.5 സ്പൂൺ എടുത്തോളൂ കേട്ടോ. നിങ്ങളെടുക്കുന്ന മുട്ടയുടെ എണ്ണ അനുസരിച്ചിട്ട് പൊടിയുടെ അളവ് കൂട്ടിയാൽ മതിയാവും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് എന്ന് ഉദ്ദേശിച്ചത് ഒരു ഇത്ര മാത്രമേ ഉള്ളൂ. അത് ആ ബജി തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി എരിവ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ശകലം മുളക് പൊടി, 1/4 ടീസ്പൂൺ മതിയാകും മുളക് പൊടി. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. അതിനകത്തേക്ക് ശകലം ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് കായപ്പൊടിയാണ്. കുറച്ച് കായപ്പൊടി ആഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ നമ്മൾ എടുത്തേക്കുന്നത്. നമ്മൾ ഇനി എടുത്ത് വെച്ചേക്കുന്ന മുട്ട ഈ ബാറ്ററിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്ന് വറുത്ത് കോരിയെടുക്കാം. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് കോരിയിട്ടിട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ചെറിയ അടുപ്പിലാണ് വെച്ചേക്കുന്നത്. ഫുൾ സിമ്മിൽ തന്നെ ഇട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ എഗ് ബജി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മുട്ടകളും ഇതേപോലെ വറുത്തുകൂരി എടുക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എഗ് ബജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ 2-3 മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഫുൾ മുളകാണ്, മുളക് പൊടിയല്ല യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സവോള എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിന് ആവശ്യമുള്ളത് ഇത്തിരി ചൊറുക്ക വേണം, പിന്നെ ശകലം ഉപ്പും. നമുക്കിത് ആഡ് ചെയ്തിട്ട് എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ മുളക് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തതിന് ശേഷം മതി നമുക്ക് സവോള അതിനകത്തിട്ട് ചതച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം മുളകൊന്ന് ചതച്ചെടുക്കാം. നമ്മളിവിടെ സവാളയും മുളകും കൂടി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് ചൊറുക്ക, കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ. നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൊറുക്ക ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ ചൊറുക്ക ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ശകലം വെളിച്ചെണ്ണയും കൂടെ ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശകലം ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇനി ഇതിന് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇത്തിരി മുളക് പൊടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ലൂസാക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇതായിരിക്കും ഒന്നുകൂടി നല്ലത്. വേണമെങ്കിൽ കളറിന് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എഗ് ബജിയോടൊപ്പം കഴിക്കാം. ഇവിടെ 2 ആൾക്കാർ റെഡി നിൽപ്പുണ്ട് കഴിക്കാനായിട്ട്. ഇത് വെക്കേണ്ട താമസം എടുത്തോണ്ട് ഓടാൻ. ഓക്കെ,
അപ്പോൾ എല്ലാവരുടെ മുളക് ബജിയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, എന്നാലും നമ്മളൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കഴിയും, എല്ലാവർക്കും പറ്റും അത് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ വീഡിയോസ് കാണുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.